സന്തോഷം. ചേട്ടാ ആ ഒരു വിടവ് അവിടേക്കുള്ള ഒരു എന്റർടൈൻമെന്റിന്റെ പാക്കേജ് അതാണോ ഹലോ മമ്മി? അത് തന്നെയാണ് ഈ ഹൊറർ കോമഡി എന്ന് പറയുമ്പം ഹൊറർ കോമഡിയിലും എന്തെങ്കിലും ഡിഫറൻസ് വേണമല്ലോ. ഇപ്പം മണിച്ചിത്രത്താഴോ അല്ലെങ്കിൽ ആകാശഗംഗ അങ്ങനെ, അല്ലെങ്കിൽ ക്ലാസിക് ആയിട്ടുള്ള ഭാർഗവി നിലയം അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ ഇൻ ഗോസ്റ്റ് ഹൗസിൻ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം തന്നെ ഹൊററുണ്ട്, അത്യാവശ്യം കോമഡിയുണ്ട്. ഇതിൽ ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയ രീതിയിലാണ് ഇതിനകത്ത് ഹൊറർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് ഇന്നത്തെ അങ്ങനെ ഒരു ഹൊറർ ഉണ്ടോ, ട്രെൻഡി ആയിട്ടുള്ള ഹൊറർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് ഹലോ മമ്മിയിലൂടെ. കാരണം ഈ സാന്നിധ്യം എന്ന് പറയുന്നത്, കാരണം ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെ ഹൊറർ ക്രിയേറ്റ് ചെയ്യാൻ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും കഥാപാത്രത്തെ ഏതെങ്കിലും തരത്തിൽ കാണിക്കും അല്ലേ. ഒരു 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 ഉണ്ടെന്നോ ഇല്ലെന്നോ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു രൂപം നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് രൂപമില്ല, ഫിസിക്കൽ പ്രസൻസ് ഇല്ല. അല്ലാതെയുള്ള ഈ ഒരു അതെന്താണ് എന്നുള്ള ഇതുവരെ മലയാള സിനിമയിൽ കാണിച്ചിട്ടില്ലാത്ത രീതിയിലാണ് ഇതിനകത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത്. കാരണം സാമുവൽ എന്ന് പറയുന്ന ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയാണ്. അത് ഐശ്വര്യയുടെ സ്റ്റെഫിയുടെ മമ്മിയാണ് ഈ കഥാപാത്രം. ഈ കഥാപാത്രം ആണ് സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ അതിനൊരു ആർട്ടിസ്റ്റ് ഇല്ല, രൂപമില്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവരുടെ നിലപാടുകൾ ബാക്കിയുള്ള കഥാപാത്രങ്ങൾ ചെലുത്തുന്ന സ്വാധീനമാണ് ഇതിൻ്റെ ഹ്യൂമർ. ഓക്കെ, ചേട്ടാ എവിടെയെങ്കിലും പട്ടണത്തിൽ ഓർമ്മകൾ വന്നിരുന്നോ ഈ സിനിമയിൽ? കാരണം ഏകദേശം അതുപോലത്തെ ഒരു സാമ്യം ഉണ്ടല്ലോ, ചിലർ കാണുന്നു ചിലർ കാണുന്നില്ല. അങ്ങനെ നമ്മുടെ സിനിമകളുടെ സ്വഭാവമൊക്കെ നമുക്ക് പല സിനിമകളോട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് സിറ്റുവേഷൻ ഹ്യൂമർ ഉണ്ട്, ഇതിനകത്ത് വെർബൽ ഹ്യൂമറുണ്ട്, സ്ലാപ്സ്റ്റിക് ഹ്യൂമറുണ്ട്. അപ്പം എല്ലാ തമാശകളും ഉള്ള, എല്ലാ രീതിയിലുള്ള തമാശകളും ഉള്ള ഒരു വിഷയമാണിത്. അത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നും ഓവർ ഡ്യൂ അല്ല, കറക്റ്റ് മീറ്ററിൽ പോയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാത്തരം പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് ഫാമിലി എനിക്ക് നല്ല പാക്കേജ് ആയിരിക്കും. ഫാമിലി ഓഡിയൻസ് വന്നാൽ പിള്ളേർക്ക് ഇഷ്ടംപോലെ ചിരിക്കാനുണ്ട്. പ്രത്യേകിച്ചും ഈ ഷറഫ് എന്ന ക്യാരക്ടറിൻ്റെ ഒരു അവസ്ഥ, ഐശ്വര്യലക്ഷ്മി എന്ന ക്യാരക്ടറിൻ്റെ അവസ്ഥ, എൻ്റെ അവസ്ഥ എനിക്ക് അവസ്ഥയില്ല. എനിക്കറിയില്ല ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള കാര്യം. ചേട്ടനെല്ലാം അറിയാം. അപ്പം ചേട്ടൻ വാൻ ചെയ്യുന്നുണ്ട്, താൻ അപകടത്തിലോട്ടാ പോലെ. പക്ഷേ എൻ്റെ വിചാരം ഇങ്ങേരുടെ ഈഗോയാണെന്നുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു ഫിനിഷിംഗ് ഉണ്ട്. അവരെല്ലാം ഒരു ചുമ്മാ ക്യാരക്ടർമാരെ പെറുക്കി വെച്ചേക്കല്ല, എല്ലാവർക്കും അതിൻ്റെതായ ഒരു പ്രാതിനിധ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിനിഷിംഗ് ഉണ്ട്. എല്ലാവർക്കും അല്പം ഇമോഷനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു നല്ല സിനിമയായിരിക്കും, ഉറപ്പിച്ച് പറയാൻ പറ്റും. ഫാമിലി നല്ല ഒരു എൻ്റർടൈനർ ആയിരിക്കും. ഇതുമായിട്ട് ബന്ധമില്ല, ഇതൊരു ഭീതി അല്ലല്ലോ, ഇതൊരു ഭയങ്കരമായിട്ടുള്ള സിനിമയാണ്, നമുക്ക് ശരിയാണല്ലോ. പക്ഷെ ഭീതിയുടെ ലെവൽ ഏറ്റവും അധികം ഉയർത്താൻ പോകുന്ന ഒരു കഥാപാത്രമായിട്ട് ജഗദീഷ് വരുന്നു എന്നുള്ളതാണ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ട് ഒരു സമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ചിരുന്നാൽ അതൊരു ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമാണ് ഈ മാർക്കോയിലെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ വാഴയുടെ പ്രൊമോഷൻ സമയത്ത് ഞാൻ പറഞ്ഞു, ഇപ്പം എന്തൊക്കെയാണ് ഭാവിയിലെ പ്രോജക്ട്സ്. അപ്പം പിന്നെ എല്ലാം സ്ഥിരം ഇതേപോലെ അച്ഛൻ ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അച്ഛനൊന്നും അല്ല, ഒരിക്കലും എന്നിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ, ചില കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നെക്കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാർക്കോ എന്ന പേര് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഷറഫുദ്ദീൻ വേറൊരു ഇൻ്റർവ്യൂവിൽ മറ്റേ ബൊഗൈൻവില്ലയുടെ പ്രൊമോഷൻ സമയത്ത് ഷറഫുദ്ദീൻ പറഞ്ഞു, ഇൻഡസ്ട്രിയിൽ ഒരു സീനിയർ ആക്ടർ ഒരു റോള് ചെയ്തിട്ടുണ്ട്, ആരും ചെയ്യുന്ന റോളല്ല, ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പ്രൊമോഷൻ മാർക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ ആൾക്കാർ കാണുമ്പോൾ എന്താണ് മാർക്കോയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സിൻസിയറായിട്ടുള്ള ആ കഥാപാത്രം എനിക്ക് തരാനുള്ള ഒരു മനസ്സ് ഹനീഫ് അദേനി എന്ന സംവിധായകനുണ്ടായതിൽ എനിക്ക് അദ്ദേഹത്തോട് തീർച്ചയായിട്ടും വലിയ കടപ്പാടുണ്ട്. സാധാരണ ഒരു സംവിധായകൻ ആലോചിക്കില്ല അത് ജഗദീഷിൻ്റെ കയ്യിൽ അത് സേഫ് ആവില്ല എന്ന്. കാരണം ഈ റിസ്ക് എടുക്കാൻ സംവിധായകൻ അടുത്തിരിക്കുകയാണ്, കഴിയുന്ന റിസ്ക് കുറയ്ക്കാൻ നോക്കുള്ളൂ. കാരണം ഇത്രയും കോടികൾ മുടക്കുന്ന സംഭവമല്ലേ. അപ്പോൾ അതേനി പറഞ്ഞില്ല, ജഗദീഷ് ചേട്ടൻ കറക്റ്റായിരിക്കും, അത് ചെയ്തോളൂ, ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, എങ്കിൽ ഞാൻ ചെയ്യാം. എനിക്ക് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു സ്ഥലത്തും ഞാൻ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഞാൻ പറയാൻ റെഡിയല്ല. എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് വളരെ എന്താ പറയുക നെഗറ്റീവ് എലിമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അപ്പോൾ ക്രൂവലായിട്ടുള്ള ഒരു കഥാപാത്രം, അതിനകത്ത് ഫിസിക്കൽ ആയിട്ടുള്ള ഡിഷ്യും അല്ല, ഒരു ക്രൂവലായിട്ടുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ഷെയ്ഡ്സ് അത് ഞാൻ പരമാവധി സിൻസിയറായിട്ട് തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകർ തീർച്ചയായിട്ടും വിലയിരുത്തുക.
അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുക. ഇപ്പോൾ എനിക്ക് ആകാംക്ഷയാണ്, പ്രേക്ഷകരെ പോലെ തന്നെ പ്രേക്ഷകർ ചോദിക്കുന്നു എന്താണ് മാർക്കോയിൽ എന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമാണ്. മാർക്കോ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാനാണ്. പ്രേക്ഷകരെ പോലെ തന്നെ മാർക്കോയുടെ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ റെഡി ആയിരിക്കുകയാണ്. എനിക്ക് കാണണം, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മാർക്കോ കാണണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഇതേ കണ്ണുകളിൽ ഈ തിളക്കം ഞാൻ കണ്ടത് കിഷ്കിന്താകാന്ഡത്തിലും ഫാലമിക്കും ഒക്കെയാണ്. അപ്പൊ അത് ആവർത്തിക്കട്ടെ. ലീലയിലെ ക്യാരക്ടർ അതുപോലെ അല്ല, അതുപോലെ തന്നെ ഇപ്പം ഞാൻ പ്രാദേശിക ഇപ്പൊ സേതുരാമയ്യ സീബയില് ഏറ്റവും അവസാനമാണ് ഈ മനുഷ്യൻ ആണല്ലോ ചെയ്യുന്ന കൽപ്പനയെ കാണുമ്പോ അയാളുടെ ഒരു നിഴലാട്ടം ഉണ്ട് അവിടെ നിന്നുകൊണ്ട്, ആ ഒരു പരിങ്ങല്, അതൊരു ക്ലാസിക് ആണ്. അത് വരും, അത് വരട്ടെ. എനിക്ക് ജഗദീഷേട്ടൻ ഇന്ദ്രൻ സേട്ടനും ലീല നല്ലതായിരുന്നു, മുട്ടേട്ടൻ നല്ലതായിരുന്നു. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ രഞ്ജിയേട്ടൻ എന്നത് ഓർക്കാൻ കാരണം ചില റൈറ്റർ കം ഡയറക്ടർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുത്താൽ ഓർത്തിരിക്കാൻ. ഇപ്പം എനിക്ക് തോന്നുന്നു കുട്ടേട്ടൻ്റെ ഈ പടം കിഷ്കിന്താകാന്ഡം കിട്ടായപ്പോൾ ലീലയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി, പിന്നെ വീണ്ടും പറഞ്ഞു തുടങ്ങി. ഇപ്പം ജഗദീഷൻ്റെ ക്യാരക്ടർ കിട്ടായപ്പോൾ ലീലയിലെ കണ്ടു, ലീലയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ അത്തരം എഴുത്തുകാരും അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ നിർമ്മാതാക്കളെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ ഒരു ഹ്യൂമർ സിനിമകൾ, ഇത്തരം സ്ലാപ്സ്റ്റിക് സിനിമകൾ, ഇത്തരം ഹൊറർ സിനിമകൾ എടുക്കാൻ നിർമ്മാതാവ് മടിക്കും. കാരണം അല്ലെ പിന്നെ അതുപോലെ സ്റ്റാറും അങ്ങനത്തെ പരിപാടി ഇതൊരു നമ്മുടെ മിനിമം സ്റ്റാറുകളാണല്ലോ. പിന്നെ ഉണ്ടായില്ല, കാരണം അതിന്റെ മെനക്കേടാണ്, അതിന്റെ പോസ്റ്റ്, അതിന്റെ ബുദ്ധിമുട്ട്. ഇതിപ്പം ഈ ഹലോ മമ്മിയും ഒരുവിധം ദിവസങ്ങൾ എടുത്ത പടമാണ്, ഒരുവിധം ന്യായമായ ദിവസങ്ങൾ ഷൂട്ട് ചെയ്തു. കാരണം ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ വൈശാഖും ഈ റൈറ്ററും ഒക്കെ വളരെ എക്കണോമിക്കലാകാൻ, സാൻജോ ഒക്കെ വളരെ എക്കണോമിക്കലാകാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് മാക്സിമം. പക്ഷെ എന്നാലും എത്രയാകാൻ ശ്രമിച്ചാലും ഇത് ദിവസം എടുക്കും, ടൈം എടുക്കും. സ്ലാപ്സ്റ്റിക്കും നിസ്സാരമല്ല, ഷോട്ടുകൾ കട്ട് ചെയ്യണം, വർക്ക് ചെയ്യണം, CG ഉണ്ടാവും, പിന്നെ CG ഉണ്ട്. അപ്പം ഇതിൻ്റെ നിർമ്മാതാക്കൾ അത്യാവശ്യം സിനിമ അറിയാവുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിവർക്കൊപ്പം നിന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ടീം സെറ്റായതാണ് ഈ സിനിമയുടെ. എനിക്കത് വളരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊരു നല്ല ഹിറ്റ് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. റൈറ്റർ, ഡയറക്ടർ, പ്രൊഡ്യൂസേഴ്സ് ഒറ്റക്കെട്ടാണ്. കാസ്റ്റിങ്ങിലും ആരും ശല്യപ്പെടുന്നവരൊന്നുമില്ലായിരുന്നു, നമ്മളെല്ലാവരും കട്ടക്ക് വന്നിട്ടുണ്ട്. അല്ല വന്നിട്ട് ചൊറിച്ചിൽ ടീമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ജഗദീഷനൊക്കെ പറഞ്ഞ സമർപ്പിതമായിട്ട് വന്നാൽ പിന്നെ അത് ഓരോരുത്തർ പോകാന്നുള്ള പരിപാടിയില്ല. എല്ലാവരും ഇപ്പം നമുക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാനും കൂടുതൽ, കാരണം ഇതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാമല്ലോ. നിസ്സാരമല്ലേ, എറിയുന്നു, കൊള്ളുന്നു, വീഴുന്നു എന്നൊക്കെ പറയുമ്പോൾ എളുപ്പമാണ്. അപ്പം അങ്ങനെ ഒത്തു വന്ന സിനിമ. കൂട്ടത്തിൽ അജു വർഗീസും ജോമോൻ ജോദറും ഉണ്ട്, കുറേ ആളുകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ സിനിമ വിജയം അർഹിക്കുന്നുണ്ട്. പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ളൊരു വലിയ ക്ലൂ തന്നെയായിരുന്നു. പിന്നെ ഞാൻ സാറിൻ്റെ കാസ്റ്റിങ് എനിക്ക് തോന്നുന്നു അതാണ് ഈ സിനിമയിൽ ആഗ്രഹിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ തന്നെ കൊണ്ടുവന്ന് ഇത് ചെയ്യിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ CD മൂസയിൽ നമ്മൾ ആശിഷ് വിദ്യാർത്ഥി ആ ദില്ല് കണ്ടപ്പോൾ, അല്ല ബിച്ചു കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചതാണ് ആശിഷ് വിദ്യാർത്ഥി ആണെന്ന്. അത് ആശിഷ് വിദ്യാർത്ഥിയെ കൊണ്ടുവന്നുകൊണ്ടാണ്. ആ സമയത്ത് വേറെ ആൾ ചെയ്താൽ പുതുമ കിട്ടില്ല.